ശക്തമായ മഴ, അതിന്റെ അടുക്ക് ഇടിയും. ഇടിമഴയൊക്കെ പാടെ പെയ്തപ്പോ ആളുകൾക്ക് പ്രശ്നമായി. ഉടനെ തന്നെ മുകളിലേക്ക് നോക്കി മീക്കായിലിനോടാണ്, ഞാൻ ആളുകളോട് സംസാരിച്ച ആളുകളോട് കൂട്ടിയിരുത്തുകയാണ്. ഇടിമഴയുണ്ടാക്കി ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുകയാണോ? അടങ്ങി നിൽക്കണം. മീക്കായിലിനോടാ കൽപ്പന. ഉടനെ തന്നെ അത് ശാന്തമായി. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, കുറച്ച് അറബി അറിയാമെന്ന് കരുതിക്കൊണ്ട് അറബിയിൽ എന്ത് വിഡ്ഢിത്തവും വിവരക്കേടും വിളമ്പാമെന്നാണോ? അബ്ദുസമദ് അൻവരി എന്ന് പറയുന്ന ഈ കുരുവട്ടൂരി പറയുന്ന എന്താണ്, മീക്കായിലിനെ വിളിച്ചിട്ട് മൊയ്തീൻ ഷേഖ് പറഞ്ഞിരിക്കണം അടങ്ങിയിരുന്ന വെച്ചാൽ അവിടെയാണ്. ഇയാൾ 5 വയസ്സായ കുട്ടിനോട് പുളിവാറിലെടുത്തിട്ട് വടി എടുത്തിട്ട് ചോറിലെടുത്തിട്ട് ഇജ്ജ് അടങ്ങിക്കോ അവിടെ എന്ന് പറഞ്ഞ പോലെ ഈ മനുഷ്യൻ പറയുന്നത്. മൊഹീദ്ദീൻ ഷെയ്ഖ് മീക്കായിലിനോട് പറഞ്ഞിരിക്കണ ഇജ്ജ് മഴ പെയ്യിപ്പിക്കാതെ അവിടെ ഇരുന്നോന്നാ പറയണത്. ഇത് വിശ്വാസമില്ലായ്മയുടെ അവസ്ഥയാണിത്. അള്ളാഹുവിൽ വിശ്വാസമില്ല, അള്ളാഹുവിന്റെ മലക്കുകളിൽ വിശ്വാസമില്ല, അള്ളാഹുവിന്റെ കിതാബുകളിൽ വിശ്വാസമില്ല, അള്ളാഹുവിന്റെ പ്രവാചകന്മാരിലും വിശ്വാസമില്ല. ഒന്നിലും ഇവർക്ക് വിശ്വാസമില്ല. ഇവർക്ക് ആകെ വിശ്വാസമുള്ളത് പണത്തുമ്മ മാത്രമാണ്. ജാറത്തുമ്മയും പണത്തുമ്മയും മാത്രമാണ് ഇവർക്ക് വിശ്വാസമുള്ളത്. ഇനി ഈ കൂട്ടത്തിൽ നമുക്ക് വേറൊരു സാധനം കൂടി കേൾപ്പിക്കാനുണ്ട്. മങ്കൂസ് പാടിയിട്ട് പകർച്ചവ്യാധി മാറി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാവങ്ങളെ പറ്റിക്കുന്ന ഒരു വീഡിയോ കേട്ടുള്ളൂ. മങ്കൂസ് മൗലിദ് രചിക്കാൻ കാരണം മലബാറിലും നമ്മുടെ നാടിൽ കേരളക്കരയിൽ പടർന്നു പിടിച്ച പകർച്ചവ്യാധികൾ, മാരകമായ രോഗങ്ങൾ, വസൂരിയും കോളറയും പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ, ആളുകൾ കൂട്ടത്തോടെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഖബർസ്ഥാനുകളിൽ കൂട്ടത്തോടുകൂടെ ഖബറടക്കം നടക്കുന്ന, ഇന്നത്തേതുപോലെ മെഡിക്കൽ സംവിധാനങ്ങളും ഡോക്ടർമാരും ഗവൺമെന്റ് ഏറ്റെടുക്കാനും ഒന്നുമില്ലാത്ത കാലത്ത് നാനാജാതി മതവിഭാഗക്കാർക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ ഓടിച്ചെല്ലാനുള്ളത് അള്ളാന്റെ ഔലിയാക്കളുടെ അടുത്തേക്ക്, മഹദൂം ഞങ്ങളുടെ അടുത്തേക്ക് പോയി മങ്കൂസ് മൗലിദ് രചിച്ചു കൊടുത്തു. വ്യാപകമായി അത് ഓതാൻ പറഞ്ഞു. പൊന്നാനിയിലും പരിസരത്തും മലബാറിലും നമുക്കറിയാമല്ലോ താനൂർ മൗലിദ്. പല നാടുകളിലും മൗലിദുകളുണ്ട്. ആ മൗലിദുകളൊക്കെ ചരിത്രം എന്താണ്? എറണാകുളം ജില്ലയിൽ മൗലിദ് പോരാ എന്ന് പറയുന്ന ഒരു നാടുണ്ട്, ഒരു മഹല്ല്. എന്തേ കാരണം? അവിടെ വ്യാപകമായ മാരകമായ രോഗങ്ങൾ വന്നപ്പോ ഒരു മഹാൻ 40 ദിവസം അവിടെ മൗലിദ് ഓതി, മങ്കൂസ് മൗലിദ് ഓതി ദുആ ചെയ്യാൻ നേർച്ചയാക്കാൻ പറഞ്ഞു നാട്ടുകാരോട്. അതിനുവേണ്ടി അവരൊരു പന്തലൊരുക്കി 40 ദിവസം മൗലിദ് ഓതാൻ. അതിനവർ മൗലിദ് പോരാ എന്ന് പറഞ്ഞു. ഇന്ന് നാടിന്റെ പേര് മൗലിദ് പോരാ എന്നാണ്. ആർക്ക് എന്ത് പെരാന്ന് വേണമെങ്കിലും പറയാലോ. കത്തപ്പെരാന്ന് നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ പണ്ട്? ആൾക്കാരെടുത്ത് ട്രോളിയപ്പോ നിർത്തിയില്ലേ, കത്തലും പെരയൊക്കെ നിർത്തിയില്ലേ? അതുപോലെ എന്ത് പെരാന്ന് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. നുണ പറയാൻ ഒരു എളുപ്പമില്ലാത്തൊരു വർഗമായിട്ട് മാറിയിട്ടുണ്ട്. പണ്ട് മുതലേ എളുപ്പില്ല, ഇപ്പൊ തീരെ എളുപ്പില്ലാതായിട്ട് മാറിയിട്ടുണ്ട് ഈ മുസ്ലിയാക്കന്മാര്. മാറാരോഗം വന്നാല് അള്ളാഹിനോട് ഇവര് ചോദിക്കൂല, ഇവര് ഔലിയാക്കന്മാരെ അടുത്ത് കോടുകയാണ്. ആരാ ഔലിയാക്കന്മാര്? ഓല് പറഞ്ഞോല ഔലിയാക്കന്മാര്. എന്നിട്ട് അവിടെ ഓടി ചെന്ന് കഴിഞ്ഞാൽ ഓല് പറയണ നിങ്ങൾ മൗലൂദ് ഓതിക്കൊള്ളിന്ന്. മൗലൂദ് എന്താണ് എന്നുള്ള റിയാക്ഷൻ വീഡിയോസിൽ ഇൻഷാ അല്ലാ അലവി സക്കാഫി തോറ്റോടിയ വല്ലപ്പുഴ സംവാദ വ്യവസ്ഥ ഇട്ടുകൊണ്ട് പഴയ ആ ഒരു വിഷയം ഇട്ടുകൊണ്ട് തന്നെ ഒരു വീഡിയോ വരുന്നുണ്ട്. ഇൻഷാ അല്ലാ അത്തരത്തിലുള്ള പച്ച നുണകള് ഇപ്പൊ ഇവിടെ ഓരോ മൗലൂദുകൾ പറഞ്ഞല്ലോ. അലവി സക്കാഫി പറയുന്നത് ഞങ്ങളാകെ 5 മൗലൂദേ അംഗീകരിക്കുള്ളൂ, അത് മർക്കസു സക്കാഫത്ത് സുന്നിയയിൽ നിന്ന് അടിച്ചിറക്കിയ 5 മൗലൂദുകൾ എന്ന് പറഞ്ഞു. ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ പരിശോധിക്കുകയാണെന്ന് പറഞ്ഞു. എത്ര കൊല്ലം മുമ്പേ? 15 കൊല്ലം മുമ്പേ. എന്നിട്ടിപ്പോ പരിശോധിച്ചു കഴിഞ്ഞോ? പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധന തീരൂല. അലവി സക്കാഫിയുടെ റൂഹ് അങ്ങോട്ട് പോകുവോളം, ഈ പടങ്ങോളം അത് പരിശോധിച്ച് തീരൂല. എന്താണ് പരിശോധിച്ച പോലെ അന്നം മുട്ടുവേ. ഇതാണ് സഹോദരന്മാരെ, ഇവര് ഇത്തരത്തിലുള്ള പച്ചക്കളവുകൾ പറഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിന്റെ വഴികേടിൽ നിന്ന് വഴികേടിലേക്ക് നയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ് പറയുവാനുള്ളത്. ഇതിൽ നിന്ന് രക്ഷ തൗഹീദാണ്. തൗഹീദ് പറയുന്ന, തൗഹീദ് പ്രഭാഷണങ്ങൾ നടത്തുന്ന ഒരു പ്രഭാഷണം ഇവിടെ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓ മനുഷ്യരെ, മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെയും ഇഷ്ടത്തിന്റെയും ഭാഗമായി അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. മനുഷ്യരെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യവും നിങ്ങളുടെ മുമ്പാകെ ഞാൻ പറഞ്ഞു തരാതെ കൽപ്പിക്കാതെ പോയിട്ടില്ല. നിങ്ങളെ നരകത്തിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യവും ഞാൻ നിങ്ങളോട് ചെയ്യരുത്. ഇത് ചെയ്താൽ നരകമാണ്, ഇത് ചെയ്താൽ സ്വർഗമാണ്, ഈ റൂട്ടിൽ പോയാൽ നരകമാണ്, ഈ റൂട്ടിൽ പോയാൽ സ്വർഗമാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതിരുന്നിട്ടില്ല.
കൽപ്പിച്ചു തരാതെ ഇരുന്നിട്ടില്ല. എങ്ങനെ? സ്വർഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് നിങ്ങൾ അകറ്റുന്നതുമായ കാര്യം പോരാ. നരകത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നതും പോരാ, സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ അകറ്റുന്നതുമായ ഈ രണ്ടു കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയാതിരുന്നിട്ടില്ല. എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഇത്? പ്രവാചകന്മാരായ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് കടന്നു വന്ന പ്രവാചകന്മാരും അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ ആളുകളെ വിളിച്ച് ഇത് പറഞ്ഞത് എന്തിനാണ്? എല്ലാ നബിമാരും ലോകത്തിന്റെ മുമ്പിലേക്ക് വന്നിട്ട് ആദ്യമായി അവരോട് പറഞ്ഞ വിഷയം എന്താണ്? എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച സ്രഷ്ടാവായ ഈ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന പരമസത്യത്തെയാണ്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ദീർഘമായി പ്രവേശിക്കുന്നില്ല. യാ ഖൗമി അബ്ദുല്ലാഹ്, യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഇത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സമൂഹത്തെ വിളിച്ചു പറഞ്ഞതാ. അതിനുശേഷം കടന്നു വന്ന പ്രവാചകന്മാരെല്ലാവരും പറഞ്ഞതാ, യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ഏ സമൂഹമേ, ഏ സമൂഹമേ, നിങ്ങൾ അല്ലാഹുവിനെയാണ് ആരാധിക്കേണ്ടത്. അവനല്ലാതെ നിങ്ങൾക്ക് ആരാധനക്കർഹനായി മറ്റാരുമില്ല. കണ്ടോ? ഇതാണ് ലോകത്തിലേക്ക് വന്ന പ്രവാചകന്മാർ പറഞ്ഞത്. ജലപ്രളയം ഉണ്ടാകുന്നത് വരെ 950 കൊല്ലം മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു. ആ വിളി കേൾക്കാതെ വിരലുകൾ ചെവിയിലേക്ക് തിരികെ കയറ്റി കർണപുടങ്ങൾ അടച്ചു പിടിച്ച് തുണിക്കഷ്ടങ്ങൾ കൊണ്ട് വിരലിൽ ചുറ്റി ചെവിയിൽ തിരികെ കയറ്റി അതിങ്ങനെ അടച്ചു പിടിച്ചിട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിന്റെ ശബ്ദം ഞങ്ങളുടെ ചെവിയിൽ കർണപുടങ്ങളിൽ അത് പതിച്ചു പോകരുത് എന്ന നിലക്ക്, കേട്ടു പോകരുത് എന്ന നിലക്ക് അവർ കർണപുടങ്ങളെ അടച്ചു പിടിച്ചു എന്ന് അള്ളാഹുവിന്റെ ഖുർആനാണ് നമ്മുടെ മുമ്പാകെ വെച്ചത്. 1 കൊല്ലമല്ല, 100 കൊല്ലമല്ല, 200, 300, 400 വർഷമല്ല, 950 വർഷക്കാലം ഈ തൗഹീദിന്റെ വിളംബരം മഹാനായ നൂഹ് നബി ഓരോ പ്രദേശത്തു കൂടി കടന്നു ചെന്ന് ജോലി സ്ഥലങ്ങളിലേക്ക് കയറി ചെന്ന് പാറമടക്കുകളിൽ പണിയെടുക്കുന്നവരിലേക്ക് കയറി ചെന്ന് തൊഴിൽ ചെയ്യുന്ന തൊഴിൽശാലകളുടെ മുമ്പിലേക്ക് കയറി ചെന്ന് അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിന്റെ സൗണ്ട് ഉദ്ഘോഷിക്കുകയായിരുന്നു. അവർ കേൾക്കാതിരിക്കാൻ കർണപുടങ്ങളെ, ചെവിയെ അടച്ചു പിടിച്ചു എന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളുടെ മുമ്പാകെ പഠിപ്പിച്ചു തന്നത്. ശേഷം കടന്നു വന്ന പ്രവാചകന്മാരൊക്കെ അങ്ങനെ കടന്നു വന്ന പ്രവാചക ശ്രേണിയുടെ ചങ്ങലയുടെ ശൃംഖലയുടെ അവസാനത്തെ കണ്ണിയാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങളായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകനാണ് പറഞ്ഞത്, നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന മുഴുവൻ കാര്യവും, നിങ്ങളെ നരകത്തിൽ നിന്ന് അകറ്റുന്ന മുഴുവൻ കാര്യവും, നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കുന്ന മുഴുവൻ കാര്യവും, നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് അകറ്റുന്ന മുഴുവൻ കാര്യവും ഞാൻ നിങ്ങളോട് കൽപ്പിക്കാതെയോ പറയാതെയോ താക്കീത് ചെയ്യാതെയോ പോയിട്ടില്ല എന്ന് ഉമ്മത്തിനെ വിളിച്ച് പറയുകയായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പോരാ, കുടുംബക്കാരെ ഓരോരുത്തരെ പേര് വിളിച്ചു. എളാപ്പയുടെ മുത്താപ്പയുടെ മക്കളെ, ബന്ധുമിത്രാദികളെ, കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളെ ഓരോരുത്തരുടെയും പേര് വിളിച്ചിട്ട് വഅൻദിർ അശീറതകൽ അഖ്റബീൻ, വഅൻദിർ അശീറതകൽ അഖ്റബീൻ, അടുത്ത ബന്ധുക്കളോട് താക്കീത് ചെയ്യണമെന്ന് ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹു പറഞ്ഞപ്പോ കുടുംബക്കാരെ ഓരോരുത്തരെയും വിളിച്ച് 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 അള്ളാന്റെ റസൂല് പറഞ്ഞു, ദാ പരലോകം എന്ന് പറയുന്ന വിഷയത്തെ, നരകമെന്ന് പറയുന്ന വിഷയത്തെ, ഖബർ എന്ന് പറയുന്ന വിഷയത്തെ രക്ഷപ്പെടാൻ കഴിയില്ല കേട്ടോ കുടുംബക്കാരെ. അള്ളാന്റെ വഹ്ദാനിയത്തെ നിങ്ങൾ പഠിക്കണേ. അവനല്ലാതെ ആരാധനക്കർഹനില്ല കേട്ടോ. അവനെ അല്ലാതെ മറ്റൊരാളെയും നിങ്ങൾ ആരാധിച്ചു പോകരുത് കേട്ടോ. അവനോടല്ലാതെ നിങ്ങൾ ദുആ ചെയ്യരുത് കേട്ടോ. ഓരോരുത്തരോടായി വിളിച്ചു പറഞ്ഞു അല്ലേ? ആദ്യഘട്ടത്തിൽ മലയുടെ ചെരുവിലേക്ക് മുഴുവൻ ആളുകളെയും വിളിച്ചിട്ട് പറഞ്ഞു, വരൂ, നിങ്ങളുടെ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഈ മലക്കപ്പുറത്ത് നിന്ന് ഒരു സൈന്യം ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോ അല്ലമീൻ, സത്യസന്ധനെന്ന് അന്ന് വരെ വിളിച്ച ആളുകൾ പറഞ്ഞു, അതേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കും നിങ്ങൾ പറഞ്ഞാൽ. എങ്കിൽ നിങ്ങൾ ഇതുവരെ ആരാധിച്ചു പോകുന്ന സർവ്വ കുട്ടി ദൈവങ്ങളെയും സർവ്വ ബിംബങ്ങളെയും സർവ്വ മഹത്തുക്കളെയും വിട്ടിട്ട് ഏകനായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഇതങ്ങ് പറഞ്ഞപ്പോ കുടുംബക്കാരനായ അബൂ ലഹബ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, തബ്ബല്ലക് യാ മുഹമ്മദ്, ഓ മുഹമ്മദേ താങ്കൾക്ക് നാശമെന്ന് അബൂ ലഹബ് എഴുന്നേറ്റ് പറയുകയാണ്. അലിഹാദാ ജമഅതന, ഇത് പറയാനാണോ ഞങ്ങളെ ഈ മലയുടെ ചെരുവിലേക്ക് താങ്കൾ വിളിച്ചു കൂട്ടിയത് എന്ന് ചോദിച്ചുകൊണ്ട് മുത്തുനബിയോട് അങ്ങ് കയറുക്കുകയാണ് ബന്ധുവായ കുടുംബക്കാരനായ അബൂ ലഹബ്. തബ്ബല്ലക് യാ മുഹമ്മദ്, ഓ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്, താങ്കൾക്കു നാശം. അതേ തിരിച്ചടിയിൽ അള്ളാഹുവിന്റെ ഖുർആനിൽ അബൂ ലഹബിനെയും ഭാര്യയെയും വിമർശിച്ചുകൊണ്ട് അള്ളാഹു തആല ആയത്തിറക്കി. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അവ കുടുംബത്തോട് പറയുന്നു, സമൂഹത്തോട് പറയുന്നു, നാട്ടിലേക്ക് ഇറങ്ങുന്നു, കബലയിലേക്ക് ഇറങ്ങുന്നു, തെരുവിലേക്ക് ഇറങ്ങുന്നു, കച്ചവട സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുന്നു, തൊഴിൽ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുന്നു, മലമടക്കുകളിലേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് അവരോട് റബ്ബിന്റെ തൗഹീദ് അവരുടെ മുമ്പാകെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. കൊടുക്കുന്നതിന്റെ മർമ്മം എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റിയത് തന്നെ, ആരെയും വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടുമല്ല.